അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഖുർആൻ സദ്വചനത്തിലേക്ക് ഊഷ്മള സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ രണ്ടാമത്തെ അധ്യായമായ സൂറ ബഖറയുടെ അവസാനത്തെ വചനമാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. നമുക്ക് ആ വചനത്തിലേക്ക് പ്രവേശിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ ലഹാ മാ കസബത് വഅലൈഹാ മക്തസബത് റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. صدق الله العلي العظيم. പ്രിയപ്പെട്ട വിശ്വാസികളെ, സൂറ ബഖറയിലെ ഈ വചനങ്ങൾ വളരെ ശ്രദ്ധേയമായ പ്രാർത്ഥനയാണ്. വിശ്വാസികൾ ദൈനംദിന ജീവിതത്തിൽ അനിവാര്യമായി ഉപയോഗിക്കുന്ന, ഉൾപ്പെടുത്തുന്ന പ്രാർത്ഥനാ വചനങ്ങളാണിത്. ഖുർആൻ പറയുന്നു, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. ഒരാളെയും ഒരു കാര്യവും പടച്ചവൻ അടിച്ചേൽപ്പിക്കുകയില്ല. ഇല്ലാ വുസ്അഹ, അവന് കഴിയുന്ന, അവന് പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ദൈവം അവനെ ഏൽപ്പിക്കുന്നുള്ളൂ. അവനെ അടിച്ചേൽപ്പിക്കുന്ന രീതി മതത്തിനില്ല എന്നാണ് ഈ വചനം സൂചിപ്പിക്കുന്നത്. സൽക്കർമ്മങ്ങൾ, ആരാധനകളൊക്കെ നിർബന്ധപൂർവം നിർവഹിക്കേണ്ടതാണ്, വിശ്വാസിയുടെ കടമയാണ്. എങ്കിൽ പോലും അതിന് ക്രൂരതയുടെ ഒരു മുഖമില്ല. അത് മതമെന്നത് എളുപ്പമാണ്, പ്രയാസമല്ല. ആർദ്രതയും കരുതലും സ്നേഹവും സഹാനുഭൂതിയൊക്കെ ആ കൽപ്പനയ്ക്കകത്തുണ്ട്. വിശ്വാസികൾക്കുള്ള, മനുഷ്യർക്കുള്ള ഗുണകാംക്ഷയാണ് സത്യത്തിൽ ദൈവത്തിൻ്റെ ഓരോ വിധികളും കൽപ്പനകളും ആഹ്വാനങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം. അപ്പോൾ പലപ്പോഴും ഒരു തെറ്റിദ്ധാരണ, ആരാധന എന്ന് പറയുന്നത് ദൈവം ക്രൂരതയോടെ ഒരു വലിയ യജമാനൻ അടിമകളെ നിർബന്ധിച്ച് ശിക്ഷിച്ച് അവൻ നൽകുന്ന ടാസ്ക്കാണ് ഈ ആരാധനകൾ എന്നൊക്കെ തെറ്റിദ്ധരിക്കാറുണ്ട്. ഇപ്പം നോമ്പിൻ്റെ കാര്യം തന്നെ എടുക്കാം. നോമ്പിനെ പറ്റി പൊതുവായിട്ടുള്ള ഒരു ധാരണ, അത് എന്ത് ത്യാഗം സഹിച്ചും പട്ടിണി കിടന്നും നടത്തിയേ തീരൂ എന്ന ഒരു തെറ്റിദ്ധാരണകളുണ്ട്. അങ്ങനെയില്ല. നമുക്ക് ശാരീരികമായി മാനസികമായി ഒക്കെ അനുകൂലമായൊരു ഘട്ടത്തിൽ മാത്രമേ നമ്മൾ വ്രതം അനുഷ്ഠിക്കേണ്ടതുള്ളൂ. പ്രതികൂല സാഹചര്യങ്ങൾ വരാം. നമ്മൾ ദീർഘയാത്ര പോകുകയാണ്, അല്ലെങ്കിൽ അസുഖബാധിതനാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേകമായ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് വളരെ കഠിന പ്രയത്നം അതിനാവശ്യമുണ്ട്. എന്നാൽ നമുക്ക് വ്രതം അനുഷ്ഠിക്കേണ്ടതില്ല. അതിന് പ്രായശ്ചിത്തമായി പിന്നീടത് മറ്റൊരിക്കൽ എടുത്ത് പൂർത്തിയാക്കിയാൽ മതി. ഇനി അതിനും സാധിക്കാത്ത പക്ഷം അവൻ ഭക്ഷണം പാവങ്ങൾക്ക് കൊടുത്തുകൊണ്ട് അത് പരിഹരിക്കാനുള്ള വഴി പോലും പടച്ചവൻ തുറന്നു തരുന്നുണ്ട്. അപ്പോൾ ഇതര സമൂഹങ്ങൾക്കും സമുദായങ്ങൾക്കിടയിലൊക്കെ പലപ്പോഴും തെറ്റിദ്ധാരണകളുണ്ട്. അത് നമ്മളെ ജീവിത സമീപനം കൊണ്ട് വരുന്നതാണ്.
ഇപ്പോൾ ഒരാൾക്ക് ഭക്ഷണം വിളമ്പാൻ ഹോട്ടൽ നടത്തുന്നത് കൊണ്ട് അയാളുടെ വ്രതം നഷ്ടപ്പെടുകയൊന്നുമില്ല. പിന്നെ ഭക്ഷണവുമായി ഇടപഴകുന്നത് കൊണ്ട് അതിൽ നിന്ന് മാറി നിൽക്കാൻ അവനക്ക് താല്പര്യമുണ്ടെങ്കിൽ മാറി നിൽക്കുക എന്നേ ഉള്ളൂ. അല്ലാതെ ഒരു അവിശ്വാസി അല്ലെങ്കിൽ നോമ്പില്ലാത്ത ആൾ ഭക്ഷണത്തിന് ആവശ്യപ്പെട്ടു വന്നാൽ വെള്ളം ചോദിച്ചാൽ നോമ്പാണ് വെള്ളം തരില്ല എന്നൊന്നും പറയാൻ പടച്ചവൻ കൽപ്പിക്കുന്നില്ല. അതൊക്കെ സങ്കുചിതമായ അന്ധവിശ്വാസങ്ങളാണ്. ആ കാര്യമാണ് ഖുർആൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. ലാ യുക്കല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ. അവൻ്റെ പരിധിയിലുള്ള അവനിക്ക് കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ പടച്ചവൻ അവനോട് കൽപ്പിക്കുന്നുള്ളൂ. അതിനുശേഷം പറയുന്നു ലഹാ മാ കസബത് വഅലൈഹാ മക്തസബത്. എല്ലാവർക്കും അവൻ പ്രവർത്തിച്ച, അവൻ സമ്പാദിച്ച, നല്ല രീതിയിൽ സമ്പാദിച്ച കാര്യങ്ങൾ അവന് ഗുണഫലമായി ലഭിക്കും. വഅലൈഹാ മക്തസബത്. ഇനി മോശമായ കാര്യങ്ങളാണ് അവൻ ചെയ്തിട്ടുള്ളതെങ്കിൽ അതിൻ്റെ തിക്തഫലവും അവൻ അനുഭവിക്കും. ഇവിടെ കസ്ബ് എന്ന് പറയുന്നത് കേവലം ഒരു പ്രവൃത്തി എന്നല്ല, അവൻ്റെ സമ്പാദ്യത്തെക്കുറിച്ചിട്ടാണ്, അവൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ഇപ്പോൾ സമ്പാദ്യം എന്ന് പറയുമ്പോഴും നമ്മൾ കേവലം ഒരു ധനം സമ്പാദിക്കുക എന്നതല്ല. നമുക്ക് ജീവിതത്തിൽ ഒരുപാട് സമ്പാദ്യങ്ങളുണ്ട്. സ്നേഹം സമ്പാദിക്കാം, സൗഹൃദം സമ്പാദിക്കാം, സേവനങ്ങൾ സമ്പാദിക്കാം. ഇങ്ങനെ എല്ലാ സേവന പ്രവർത്തനങ്ങൾ, അവൻ്റെ ഏണിങ്സ് അത് നല്ല രീതിയിലാണെങ്കിൽ അതിൻ്റെ ഗുണഫലം അവൻ അനുഭവിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ മോശമായ രീതിയിലാണെങ്കിൽ അതിൻ്റെ ഫലവും അനുഭവിക്കും. അതിൻ്റെ തിക്തഫലം അവൻ അനുഭവിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഈ നല്ല കാര്യങ്ങൾ സമ്പാദ്യം എന്ന് പറയുമ്പോൾ നമ്മൾ കേവലം നിസ്കാരം, നോമ്പ്, ഹജ്ജ് എന്നതിൽ പരിമിതപ്പെടുത്തേണ്ടതില്ല. നമ്മൾ ചെയ്യുന്ന കൃഷി, നമ്മൾ ചെയ്യുന്ന കച്ചവടം, അതൊക്കെ അവന് അനുഗുണമായി ദൈവത്തിൻ്റെ പ്രതിഫലം ലഭിക്കുന്ന രീതിയിൽ തന്നെയാണ് അത് വരുന്നത്. വിശുദ്ധ ഖുർആൻ എപ്പോഴും മനുഷ്യജീവിതത്തെ കച്ചവടവുമായി സാദൃശ്യപ്പെടുത്താറുണ്ട്. എല്ലാ ഉദാഹരണങ്ങൾ പറയുമ്പോഴും ഹൽ അദുല്ലുക്കും അലാ തിജാറ തുൻജീക്കും, നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന, ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന, ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ഒരു കച്ചവടത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെ എന്ന് പറഞ്ഞാൽ, കച്ചവടം എന്നത് അത് ധാർമ്മികമായി സത്യസന്ധമായി ചെയ്താൽ അതിൻ്റെ ഗുണം അവൻ അനുഭവിക്കുക തന്നെ ചെയ്യും. അതുപോലെ തന്നെയാണ് അവൻ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും ഉദ്ദേശശുദ്ധി ശരിയില്ലെങ്കിൽ, അത് ദാനധർമ്മമാവട്ടെ, നിസ്കാരാവട്ടെ, ഹജ്ജാവട്ടെ, ഉദ്ദേശശുദ്ധി ശരിയില്ലെങ്കിൽ അവൻ്റെ ഏണിങ്സ് അത് അക്കൗണ്ടിൽ നിന്ന് നഷ്ടപ്പെടും എന്ന സൂചനയാണ് ഈ ആയത്തിലൂടെ, വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം നീണ്ട പ്രാർത്ഥനയാണ് ഈ ആയത്ത് അവസാനിക്കുന്നത്. വിഖ്യാതനായ എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞിട്ടുണ്ട്, ജീവിതം അനന്തമായ പ്രാർത്ഥനയാണ്. അപ്പം നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് പ്രതീക്ഷയോടെ നയിക്കുന്നത് യഥാർത്ഥത്തിൽ പ്രാർത്ഥനകളിലൂടെയാണ്. അത് അവനവന് വേണ്ടിയും, അവൻ്റെ കുടുംബത്തിന് വേണ്ടിയും, അവൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയും, അവൻ്റെ നാടിനു വേണ്ടിയും ഒക്കെ അവൻ നിരന്തരമായി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് ദൈവം ഇഷ്ടപ്പെടുന്ന സത്യവിശ്വാസികളിൽപ്പെടുന്നത് അവൻ്റെ ജീവിതം സാർത്ഥകമാകുന്നത്, ധന്യമാകുന്നത്, സഫലമാകുന്നത്. അപ്പം നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. പ്രാർത്ഥനയ്ക്ക് ചിലപ്പം പെട്ടെന്ന് ഉത്തരം കിട്ടിയെന്ന് വരില്ല. നമ്മുടെ കാര്യങ്ങൾ, ഉദ്ദിഷ്ട കാര്യങ്ങൾ സഫലമാവണമെന്നില്ല പെട്ടെന്ന്. ചിലപ്പോൾ ഒരുപാട് കഴിഞ്ഞിട്ടായിരിക്കും അതിൻ്റെ ഫലം കിട്ടുന്നത്. പക്ഷെ എന്നാലും നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഉജീബു ദഅവ. നിങ്ങൾ അടിമകൾ എന്നെക്കുറിച്ച് ചോദിച്ചാൽ ഞാൻ തീർച്ചയായും നിങ്ങളുടെ സമീപസ്ഥനാണ്, നിങ്ങളുടെ അടുത്ത് തന്നെയുണ്ട്, നിങ്ങൾ ചോദിക്കുക എന്നാണ് പറയുന്നത്. അപ്പം നിരന്തരം മുട്ടുവിൻ തുറക്കപ്പെടുമെന്ന് ബൈബിൾ വചനം പറയുന്നത് നമ്മൾ നിരന്തരം ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാത്രമാണ് തുറക്കപ്പെടുക.
ശക്തമല്ലാത്ത രീതിയിൽ വെറുതെ വന്നൊന്ന് ചെറിയൊരു തട്ടുകൊണ്ട് അത് തുറക്കപ്പെടണമെന്നില്ല. അപ്പം നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഖുർആനിലെ ശ്രദ്ധേയമായ പ്രാർത്ഥന, ഒരു വിശ്വാസി എപ്പോഴും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന, റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ. റബ്ബനാ, പടച്ചവനെ, ദൈവമേ, സൃഷ്ടാവേ, ലാ തുആഖിദ്നാ, ഞങ്ങളെ നീ പിടികൂടരുത്, നമ്മളെ നീ ശിക്ഷിക്കരുത്. ഇൻ നസീന, ഞങ്ങൾ മനുഷ്യരാണ്, പിഴവുകൾ സംഭവിക്കും, മറന്നുപോകും. അശ്രദ്ധ കൊണ്ടും മറവി കൊണ്ടും നമ്മൾ പല തെറ്റുകൾ ചെയ്തു പോകും. അതുകൊണ്ട് നീ ശിക്ഷിക്കരുത്, ഞങ്ങളെ പിടികൂടരുത്. ഔ അഖ്തഅന, അല്ലെങ്കിൽ തെറ്റുകൾ സംഭവിക്കും, തെറ്റുകുറ്റങ്ങൾ, പിഴവുകൾ സംഭവിക്കും. അങ്ങനെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പടച്ചവനെ, തമ്പുരാനെ, നീ ശിക്ഷിക്കരുത് എന്നാണ് ഈ പ്രാർത്ഥനയുടെ സാരം. റബ്ബന വലാ തഹ്മിൽ അലൈനാ ഇസ്റൻ കമാ ഹമൽതഹു അലല്ലദീന മിൻ ഖബ്ലിന. പൂർവികരായ ആളുകൾക്ക് കൊടുത്തതുപോലുള്ള ഭാരങ്ങൾ പടച്ചവനെ ഞങ്ങളെ ഏൽപ്പിക്കരുത്, ഞങ്ങൾക്ക് നീ നൽകരുത്. റബ്ബന വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ. ഞങ്ങൾക്ക് കഴിയാത്ത, ഞങ്ങളുടെ പരിധിയിൽപ്പെടാത്ത, നമുക്ക് സാധിക്കാത്ത കാര്യങ്ങൾ ഞങ്ങൾക്ക് നീ നൽകരുത്. വഅഫു അന്നാ, നീ മാപ്പ് തരണം. ഒരു വിശ്വാസിയുടെ ആത്യന്തികമായ ലക്ഷ്യം ദൈവത്തിൽ നിന്നുള്ള മാപ്പാണ്, ദൈവത്തിൽ നിന്നുള്ള പാപമോചനമാണ്, ദൈവത്തിൽ നിന്നുള്ള കരുണയാണ്. ഈ ജീവിതമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും 3 കാര്യങ്ങൾ പ്രാർത്ഥനയുടെ മർമ്മമാണ്. ആ പ്രാർത്ഥനയാണ് സൂറ ബഖറയുടെ അവസാനത്തെ വചനങ്ങളിൽ നമ്മളിപ്പോൾ വായിച്ച് ഓതി കേൾപ്പിച്ചത്. വഅഫു അന്നാ വഗ്ഫിർ ലനാ. ഇപ്പം മാപ്പ് നമ്മൾ പടച്ചവനോട് ചോദിക്കുമ്പോൾ നമ്മൾ എപ്പോഴും മാപ്പ് പ്രതീക്ഷിക്കുന്നു, പക്ഷെ നമ്മൾ ആർക്കും മാപ്പ് കൊടുക്കുന്നില്ല. അപ്പം നമ്മൾ മാപ്പ് ചോദിക്കാൻ അർഹനല്ല. ചെറിയൊരു പിഴവിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു സംഭവം ചിലപ്പോൾ അശ്രദ്ധ കൊണ്ടോ വിവരദോഷം കൊണ്ടോ സംഭവിച്ചു പോയേക്കാം, ഇനി ബോധപൂർവം തന്നെ. എന്നാലും ഒരാൾക്ക് പുറത്തു കൊടുക്കാതെ, മാപ്പ് നൽകാതിരിക്കരുത്. വഗ്ഫിർ ലനാ, പുറത്തു തരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. വിശുദ്ധ റമദാനിൻ്റെ കാര്യമായ പ്രാർത്ഥനകൾ അതാണ്, പുറത്തു തരണം. അപ്പോൾ നമ്മൾ പുറത്ത് തരാൻ ആഗ്രഹിക്കുമ്പോൾ മറ്റുള്ള ജനങ്ങൾക്ക് പുറത്തു കൊടുക്കാനുള്ള സന്മനസ്സ് നമ്മൾ ഉണ്ടാക്കണം. വർഹംന, ദൈവത്തിൻ്റെ സാമ്പത്തികമായ ആനുകൂല്യങ്ങൾ, ഭൗതികമായ വിഭവശേഷികൾ, നമ്മുടെ ആരോഗ്യം, അങ്ങനെ എല്ലാറ്റിനും അതിൻ്റെ ഒരു കാരുണ്യത്തിന് വേണ്ടി, അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ജീവിതത്തിലും അത് തീർച്ചയായിട്ടും പ്രതിഫലിക്കണം. മറ്റുള്ളവർക്ക് കരുണ നൽകാൻ, മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ, മറ്റുള്ളവരെ ആശംസിക്കാൻ, മറ്റുള്ളവർക്ക് ഗുണകാംക്ഷയായി നിലകൊള്ളാൻ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ പ്രാർത്ഥനാനിരതമായ മനസ്സോടെ ദൈവത്തിങ്കിലേക്ക് സത്യസന്ധമായി, നിഷ്കളങ്കനായി മടങ്ങിച്ചെല്ലാൻ വിശ്വാസികൾക്ക് സാധിക്കട്ടെ, നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.